നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കുമെതിരെ വിമർശനം ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും പ്രസ്താവനകളെ പേടിയോടെ നോക്കി കാണുന്നവരുമുണ്ട്. കാരണം ട്രംപ് നടത്തുന്നത് വെറും പ്രഖ്യാപനങ്ങളല്ല എന്നതുകൊണ്ട് തന്നെ. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് മുതൽ ഇതുവരെ നടത്തിയ പരിഷ്കാരങ്ങളും പ്രഖ്യാപനങ്ങളും സ്വീകരിച്ച നടപടികളുമെല്ലാം അതിന് ഉദാഹരണമാണ്. ഗൂഗിളിന് പോലും അത്തരത്തിൽ ട്രംപിന്റെ ഉത്തരവുകൾക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഗൂഗിൾ മാപ്സ്. പേര് മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. മെക്സിക്കോയുടെ കിഴക്കൻ തീരത്തും അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുമായി വ്യാപിച്ചു കിടക്കുന്ന കടലാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ. അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ ജിയോഗ്രാഫിക് നെയിംസ് ഇൻഫർമേഷൻ സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയാണ് പേര് മാറ്റിയതെന്നാണ് ഇതിന് ഗൂഗിൾ നൽകുന്ന വിശദീകരണം. ട്രംപിന്റെ നയത്തിനനുസൃതമായാണ് നയമാറ്റമെന്നതാണ് സൂചന. അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് മാപ്പിൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് കാണാനാകുക. അതേസമയം മെക്സിക്കോയിലുള്ളവർക്ക് യഥാർത്ഥ പേര് തന്നെയും കാണാം. രണ്ട് രാജ്യങ്ങൾക്കും പുറത്തുള്ളവർക്ക് യഥാർത്ഥ പേരിനൊപ്പം ബ്രാക്കറ്റിലായി ഗൾഫ് ഓഫ് അമേരിക്ക എന്നും കാണാൻ സാധിക്കും. അതേസമയം ആപ്പിളിന്റെ മാപ്സിൽ പേരുമാറ്റം വന്നിട്ടില്ല. ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഞായറാഴ്ചയാണ് ഒപ്പുവെച്ചത്. ഫെബ്രുവരി 9 ഗൾഫ് ഓഫ് അമേരിക്ക ദിനമായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടവും മെക്സിക്കോയും തമ്മിലുള്ള പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് പേരുമാറ്റൽ. മെക്സിക്കോയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% നികുതി ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ 10,000 സൈനികരെ അതിർത്തിയിലേക്ക് അയക്കാൻ മെക്സിക്കോ സമ്മതിച്ചതിനെ തുടർന്ന് ഈ നടപടി താൽക്കാലികമായി നിർത്തിവെച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നതാണ്. അതാണിപ്പോൾ ട്രംപ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. കൂടാതെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിൻ്റെ പേര് മക്കിൻലി പർവ്വതം എന്നാക്കിയിട്ടുണ്ട്. നേരത്തെ ഗൂഗിളിനോട് മെക്സിക്കോ ഇത്തരത്തിൽ പേരുമാറ്റം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കാനാണ് ഇത്തരത്തിൽ പേരുമാറ്റങ്ങൾ നടത്തുന്നതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ തന്ത്രപ്രധാനവും നിർണായകവുമായ ഭാഗമായതുകൊണ്ടാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരുമാറ്റം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിലാണ് ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേരുമാറ്റം പ്രഖ്യാപിച്ചത്. സർക്കാർ ഉത്തരവിനെ തുടർന്നുള്ള പേരുമാറ്റം ഔദ്യോഗിക നടപടിയാണെന്നാണ് പേരുമാറ്റത്തെ ന്യായീകരിച്ച് ഗൂഗിൾ വിശദീകരിക്കുന്നത്. അതേസമയം ട്രംപ് ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണെന്ന ആശങ്ക സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസ് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ഭരണഘടനാ വിദഗ്ധരും ഇക്കാര്യത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമിതിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലപ്പത്ത് നിയമിച്ചതിനെതിരെ പലരും കേസുമായി രംഗത്തുണ്ട്. കൂടാതെ പല കോടതി വിധികളും ട്രംപിനെതിരെയുമാണ് വന്നിട്ടുള്ളത്. അതേസമയം വൈസ് പ്രസിഡന്റായ JD വാൻസ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിനായി സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രശസ്തമായ യേൽ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടിയ പ്രമുഖനായ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ട്രംപ് ഒപ്പിട്ട പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളെയും കോടതികൾ ചോദ്യം ചെയ്യുന്നതിനെതിരെ നേരത്തെ വാൻസ് രംഗത്തെത്തിയിരുന്നു. ഒരു സൈനിക നടപടി എങ്ങനെ നടത്തണമെന്ന് ഏതെങ്കിലും ജഡ്ജി സൈനിക മേധാവിയോട് പറയുമോ എന്നതായിരുന്നു വാൻസ് ഉന്നയിച്ച വാദം. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിൽ ട്രംപും വാൻസിൻ്റെ അഭിപ്രായ പ്രകടനം എടുത്തു പറഞ്ഞിരുന്നു. ഒരു ജഡ്ജിയും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും അത് അപമാനകരമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഇലോൺ മസ്കിന്റെ പല നടപടികൾക്കെതിരെ ഇപ്പോൾ ഭരണകക്ഷിയായ ഡെമോക്രാറ്റ്സിലെ ചില നേതാക്കളും എത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതും ജീവനക്കാരെ പിരിച്ചുവിടുന്നതുമെല്ലാം ജനരോഷം വരുത്തിവെക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിന്റെ പല ഉത്തരവുകൾക്കുമെതിരെ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 5 ജഡ്ജിമാരാണ് രംഗത്തെത്തിയത്. പൗരത്വം ജന്മാവകാശമാക്കിയത് റദ്ദാക്കിയതിനെതിരായ നടപടിയും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഒരു ജഡ്ജിയാകട്ടെ സർക്കാരിന്റെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളിൽ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സമിതിയായ DOGE ഇടപെടുന്നതും വിലക്കിയിരുന്നു.